വെൽക്കം ടു ഐഷാസ് വേൾഡ് ഓഫ് ക്രാഫ്റ്റ്സ് ആൻഡ് ടിപ്സ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് ഫോട്ടോസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. ഇത് എനിക്ക് കുറച്ച് പേര് അയച്ചു തന്ന ഫോട്ടോസാണ്. ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ്സ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അയച്ചു തന്ന ഫോട്ടോസാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഇതൊക്കെ കാണുമ്പോൾ. ഞാൻ ചെയ്തതിലും ഒരുപാട് ഭംഗിയിലാണ് നിങ്ങളെല്ലാവരും ചെയ്തതെന്ന് കാണുമ്പോഴും ഒരുപാട് സന്തോഷമുണ്ട്. കുറേ പേര് ഇപ്പോഴും പറയുന്നുണ്ട് എങ്ങനെയാണ് ഫോട്ടോസ് സെൻഡ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല എന്നൊക്കെ. എൻ്റെ മെയിൽ ID-യിലേക്ക് ഫോട്ടോസ് സെൻഡ് ചെയ്താൽ മതി കേട്ടോ. rizarinu@gmail.com ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പെയിൻറ്റിങ്ങിലേക്ക് പോവാം. ഇന്ന് ഞാനൊരു ക്യാൻവാസ് പെയിൻറ്റിങ്ങാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്യാൻവാസിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ക്യാൻവാസ് ഒന്ന് വെറ്റാക്കി കൊടുക്കണം. ഇത് നമ്മൾ പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്ന സ്പോഞ്ച് ഉണ്ടല്ലോ, അതിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇത് വെറ്റാക്കി കൊടുക്കുന്നത്. ഒരുപാട് നനച്ചൊന്നും കൊടുക്കണ്ട, ചെറുതായിട്ടൊന്ന് വെറ്റാക്കി കൊടുത്താൽ മതി. പിന്നെ ഈ ക്യാൻവാസിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന പെയിൻറ്റ് ആക്രിലിക് പെയിൻ്റ് ആണ്. നിങ്ങൾക്ക് ഫാബ്രിക് പെയിൻറ്റും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 ബ്ലൂയുടെ ഷെയ്ഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലാക്കും വൈറ്റും എടുത്തിട്ടുണ്ട്. അങ്ങനെ 4 ആക്രിലിക് കളേഴ്സാണ് ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഫാബ്രിക് പെയിൻ്റാണ് നിങ്ങളടുത്തുണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം കേട്ടോ. പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ആക്രിലിക് ആണോ ഫാബ്രിക് ആണോ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. രണ്ടായാലും കുഴപ്പമില്ല. പിന്നെ എനിക്ക് ഇതിനെപ്പറ്റി വിശദീകരിച്ച് തരാൻ അറിയില്ല, കാരണം ഞാൻ പെയിൻറ്റിംഗ് ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ നിങ്ങളെപ്പോലെ തന്നെയാണ്, ഇത് ചെയ്ത് നോക്കിയിട്ട് ഉള്ളൊരു എക്സ്പീരിയൻസേ ഉള്ളൂ കേട്ടോ. ആദ്യം ഈ ക്യാൻവാസിൻ്റെ ഏകദേശം ഒരു മിഡിൽ പോർഷനായിട്ട് നമുക്ക് ഒരു വൈറ്റ് റൗണ്ട് ഷേപ്പ് ഒന്ന് കൊടുക്കാം. വൈറ്റ് വെച്ചിട്ട് തന്നെ മാർക്ക് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ അതിനകത്ത് ചെറുതായിട്ടൊന്ന് വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഒന്ന് കളർ ചെയ്യുകയും ചെയ്യാം. ഈ ഒരു ക്യാൻവാസിന് ഞാൻ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് തീമാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബ്ലൂവിൻ്റെ ലൈറ്റ് ഷെയ്ഡ്സ് അങ്ങനെ കൊടുത്ത് ഡാർക്കായിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഇപ്പോൾ 2 ഷെയ്ഡ്സേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബ്ലൂവിൻ്റെ കുറേ ഷെയ്ഡ്സ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് മാക്സിമം ഷെയ്ഡ്സ് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഇനി അകത്തേക്ക് പോവാതെ അതിൻ്റെ ബോർഡർ കൊടുക്കുക ഇതുപോലെ ബ്ലൂ ഷെയ്ഡ് വെച്ചിട്ട്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ക്യാൻവാസിൻ്റെ സൈസ് ഒന്നും ചോദിക്കരുത്, കാരണം എനിക്കറിയില്ല. പിന്നെ നിങ്ങളിപ്പോൾ ഇനി വലിയ സൈസ് ക്യാൻവാസാണ് യൂസ് ചെയ്യുന്നതെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതേപോലെ തന്നെ ബോർഡർ ഇങ്ങനെ കൊടുത്തു പോയാൽ മതി. പിന്നെ നമ്മൾക്ക് ഈ ഒരു ബോർഡർ കൊടുക്കാൻ ചെറിയ ബ്രഷ് കൊണ്ട് പെട്ടെന്ന് റെഡിയായി കിട്ടില്ല. അപ്പോൾ വലിയ ബ്രഷ് യൂസ് ചെയ്യേണ്ടി വരും. ആദ്യം ഇതുപോലെ ചെറിയ ബ്രഷ് യൂസ് ചെയ്യുക, പിന്നെ വലിയ ബ്രഷ് യൂസ് ചെയ്യുക. കുറച്ച് വെള്ളം ഒന്ന് ടച്ച് ചെയ്തിട്ട് ഞാൻ ബ്ലൂ ഒന്നുകൂടെ ഒന്ന് ബോർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വലിയ ബ്രഷാണ് ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അതിലും വലിയ ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്, കാരണം നമുക്കിത് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വലിയ ബ്രഷ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ബ്രഷ് ആയാലും കുഴപ്പമൊന്നുമില്ല, കുറച്ചധികം ടൈം എടുക്കും. ഏറ്റവും ബെസ്റ്റ് ഇതുപോലെ വലിയ ബ്രഷ് യൂസ് ചെയ്യുന്നതാണ്. ശരിക്കും ഇതൊക്കെ പെയിൻറ്റ് ചെയ്യുമ്പം ഓരോ സൈസ് ബ്രഷൊക്കെ യൂസ് ചെയ്യണം എന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ പഠിച്ചവരുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക, എനിക്ക് അങ്ങനെ ഏത് ബ്രഷ് യൂസ് ചെയ്യണം സൈസോ ഒന്നും അറിയില്ല കേട്ടോ. ഞാൻ എൻ്റെതായ രീതിയിൽ എടുത്തതേ ഉള്ളൂ. അപ്പോൾ വലിയ ബ്രഷ് ആണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് തോന്നിയത്. അപ്പോൾ അകത്തുനിന്ന് ലൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഡാർക്കായിട്ട് വരണം. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ തന്നെ പെയിൻറ്റ് ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ പിന്നെ അതുപോലെ ക്യാൻവാസിൽ പെയിൻറ്റ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. നമ്മൾ പേപ്പറിൽ അല്ലെങ്കിൽ സ്കെച്ച് പേപ്പറിലൊക്കെ പെയിൻറ്റ് ചെയ്യുന്നതിലും ഒരുപാട് ഈസിയാണ് ഈ ക്യാൻവാസിൽ. കാരണം നമ്മൾ എങ്ങനെ പെയിൻറ്റ് ചെയ്താലും അത് നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഞാൻ ഈ ക്യാൻവാസ് വാങ്ങിച്ചത് ഗിഫ്റ്റ് മാർക്കറ്റിൽ നിന്നാണ്. അപ്പോൾ അതുപോലത്തെ ഷോപ്പിലാണ് ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് ക്യാൻവാസ് കിട്ടുന്നത്. പിന്നെ ബുക്ക് സ്റ്റോറിലൊക്കെ കിട്ടും, അതിന് കുറച്ച് റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഗിഫ്റ്റ് മാർക്കറ്റിൽ ഇതിന് 2 എണ്ണം കിട്ടിയത് 10 ദിറംസിനാണ് ഈ ഒരു സൈസിൽ. അപ്പോൾ കുറച്ച് ചീപ്പാണ് അവിടെ. എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇതുപോലത്തെ പെയിൻറ്റിങ്ങിലൊക്കെ ചെയ്യാൻ എനിക്കിഷ്ടം ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ്. അത് കുറച്ചും കൂടി നല്ല തിക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മൾ കളർ ചെയ്ത് കഴിയുന്നുണ്ട്. ഈ ആക്രിലിക് കളർ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യേണ്ടി വരും, കുറച്ച് ലൈറ്റ് ആയതുകൊണ്ട് ഒരുപാട് വേണ്ടി വരും. ഫാബ്രിക് പെയിൻ്റ് ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കളർ ചെയ്ത് കഴിയും, പെട്ടെന്ന് കുറച്ചെടുത്താൽ തന്നെ പെട്ടെന്നായി കഴിയും. അപ്പോൾ അതാണ് രണ്ടും കൂടി എനിക്ക് തോന്നിയൊരു വ്യത്യാസം.
അതുപോലെ ഞാൻ യൂസ് ചെയ്യുന്ന ഫാബ്രിക് കളറ് ഫാബർ കാസ്റ്റലിൻ്റെയാണ്. അതിന് 12 ദിറംസോ അല്ലെങ്കിൽ 15 ദിറംസോ ഒക്കെയാണ്. നാട്ടിലാണെങ്കിൽ 150 റുപ്പീസിലൊക്കെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് മുമ്പ് ചോദിച്ചപ്പോൾ 150 ആണെന്ന് തോന്നുന്നു. ഒരു 6 ബോട്ടിലുണ്ടാവും, ചെറിയ ബോട്ടിലായിരിക്കും. നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാനൊക്കെ അത് മതിയാവും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ബ്ലൂ ഷെയ്ഡ് ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ കൊടുത്തു കഴിഞ്ഞു. വലിയ ബ്രഷ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ മൊത്തം കളർ ചെയ്ത ശേഷം ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഒന്ന് റൗണ്ട് ആക്കി എടുക്കുക. ഇതുപോലത്തെ പെയിൻറ്റിങ്ങിൻ്റെ ഒക്കെ നമ്മൾ ഫൈനൽ ഫോട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാകും, എങ്ങനെയാണ് ആ കളർ കോമ്പിനേഷൻസ് ഒക്കെ വരുന്നതെന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ കോമൺ ആയിട്ട് നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് കാണുന്നൊരു പെയിൻറ്റിങ് കൂടിയാണിത്. പക്ഷെ ഭയങ്കര സിമ്പിളാണ് ഈ ഒരു പെയിൻറ്റിങ് ചെയ്യാൻ. ക്യാൻവാസ് ഉണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഈ പെയിൻറ്റിംഗ് ഒക്കെ ഇഷ്ടമുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഞാൻ ഈ വീഡിയോ അധികം എഡിറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ കളർ ചെയ്യുന്നതൊന്നും ഒരുപാട് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടില്ല. കാരണം എങ്ങനെയായാലും ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. എനിക്കുണ്ടായിരുന്നു ഇതുപോലത്തെ ഡൗട്ട്സ്. എങ്ങനെയാണ് ഈ കളർ കോമ്പിനേഷൻ വന്നത്, എങ്ങനെയാണ് ഇടയ്ക്ക് ഒരു ലൈറ്റ് വരുന്നതെന്നൊക്കെ, ഒരുപാട് ലൈറ്റ് കളർ മിക്സിംഗ് ഒക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും എങ്ങനെയായാലും അറിയാത്തവർക്ക് എങ്ങനെയായാലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ചിലർക്ക് ബോറടിക്കുന്നുണ്ടാവും, അപ്പോൾ ദയവായിട്ട് ക്ഷമിക്കുക. അപ്പോൾ മിഡിലുള്ള ആ ഒരു വൈറ്റ് റൗണ്ടിന് ഒന്നുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഒന്ന് വൈറ്റ് പെയിൻറ് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ 4 സൈഡിലും ഒന്ന് ബ്ലാക്ക് കളർ ചെറുതായിട്ടൊന്ന് കൊടുക്കുക കേട്ടോ. ഇത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് കൊടുക്കരുത്, കാരണം നമ്മളിത് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ 4 സൈഡിലും കുറേശ്ശെ ഒന്ന് ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്തിട്ട് നമുക്കിത് റൗണ്ട് ആക്കിയിട്ട് വീണ്ടും എടുക്കാനുണ്ട് കേട്ടോ. പിന്നെ ഈ ക്യാൻവാസ് പെയിൻറ്റിങ് ചെയ്യുമ്പം അതിന് ഇതുപോലത്തെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുമ്പം അത് എപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്നാലേ നമ്മൾ അതിൽ കൊടുക്കുന്ന നമ്മൾ എന്താണോ വരയ്ക്കുന്നത് അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കാണുള്ളൂ. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്മൾ സൈഡിൽ ചെറുതായിട്ട് ബ്ലാക്ക് കൊടുത്തല്ലോ, അത് ഒന്ന് റൗണ്ട് ഷേപ്പിൽ തന്നെ വരാൻ ജസ്റ്റ് ഒന്ന് ബ്രഷ് കൊണ്ട് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യം ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കട്ടോ, ഒരുപാട് ബ്ലാക്ക് എടുക്കരുത്. അങ്ങനെ വരുമ്പം നമ്മളുടെ ഈ ബാക്ക്ഗ്രൗണ്ട് തീം തന്നെ മാറിപ്പോവും. അപ്പം നമ്മൾ ബ്രഷ് കൊണ്ട് തന്നെ അത് ചെറുതായിട്ടൊരു റൗണ്ട് ഷേപ്പിൽ അങ്ങനെ പെയിൻറ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ക്യാൻവാസ് ഏകദേശം ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. വല്ലാണ്ട് ഡാർക്ക് ആക്കരുത് കേട്ടോ ബ്ലാക്ക് വെച്ചിട്ട്. അപ്പോൾ ക്യാൻവാസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ ഒരു മരം വരയ്ക്കാനുണ്ട്. ഒരു 10-15 മിനിറ്റ് ക്യാൻവാസ് അങ്ങനെ വെക്കണം കേട്ടോ, കുറച്ച് നേരം ഒന്ന് ഡ്രൈ ആയിക്കോട്ടെ. ഉടനെ തന്നെ നമ്മൾ മരം വരയ്ക്കേണ്ട. ഇനി നമ്മളുടെ ഓരോരുത്തരുടെയും ഇഷ്ടപ്രകാരം ഒരു മരം വരച്ചു കൊടുക്കാം. ഒന്ന് പ്ലെയിൻ ആയിട്ടൊന്ന് വരച്ചു കൊടുത്താൽ മതി. നമ്മളുടെ മനസ്സിലുള്ളത് പോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. ഇവിടെയൊന്നും സംസാരിക്കേണ്ട ആവശ്യം വരുന്നില്ല, നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഒരുപാട് സംസാരിച്ചിട്ട് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നില്ല. കാരണം അറിയുന്നവർക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും ഇത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുക, ഇങ്ങനെ മനസ്സിലാക്കിയെടുക്കുക. ജസ്റ്റ് ബ്ലാക്ക് കൊണ്ട് മരം ഒന്ന് വരച്ചെടുക്കുക.
പിന്നെ ഈ മരത്തിന് നല്ല ചില്ലകൾ നല്ല ഭംഗിയിൽ കൊടുക്കണമെങ്കിൽ ആ ചില്ലകൾ വരയ്ക്കുന്ന സമയത്ത് നല്ല തിന്നായിട്ട് തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക. മാക്സിമം തിന്നായിട്ട് തന്നെ. അതിന് നല്ല ബ്രഷ് വേണ്ടി വരും. ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടി, എന്നാലും കുഴപ്പമില്ലാതെ വരച്ചെടുത്തതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ശരിക്കും നല്ല തിന്നായിട്ടുള്ള ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഈ ചില്ലകൾ വരച്ചെടുക്കാം. ഞാൻ ഇതുപോലത്തെ പെയിൻറ്റിംഗ് ഒന്നും എപ്പോഴൊന്നും ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രഷൊക്കെ ഇനി പുതിയതൊക്കെ വാങ്ങിച്ചിട്ട് വേണം. അപ്പോൾ ഇനി എന്തായാലും ഇൻഷാ അല്ലാ നമ്മളിപ്പോൾ ക്രാഫ്റ്റിൻ്റെ ചാനലൊക്കെ തുടങ്ങിയല്ലോ. അപ്പോൾ അത്യാവശ്യം പെയിൻറ്റിങ് ഇനി ചെയ്യേണ്ടി വരും എന്ന് വിചാരിക്കുന്നു. കാരണം ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കധികം അറിയില്ല, എന്നാലും എനിക്ക് അറിയാവുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇനി പുതിയത് വാങ്ങിക്കണം ബ്രഷൊക്കെ. ഈ വീഡിയോ കാണുന്നവരിൽ ആർക്കെങ്കിലും ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാമെങ്കിൽ ഇതിന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഏത് സൈസ് ബ്രഷാണ് ഏറ്റവും നല്ലത്, ഏത് ബ്രാൻഡാണ് നല്ലതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു. അറിയാത്തവർക്കും നല്ലതാണ്, എനിക്കും ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ട്രീ റെഡി ആയിട്ടുണ്ട്. അധികം ചില്ലകളൊന്നും ഇല്ലാത്ത ട്രീ ആണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഫ്ലവേഴ്സ് കൊടുക്കാറുണ്ട്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇയർബഡ്സ് ആണ് കേട്ടോ. ഇതുപോലെ ഒരു 5-8 ഇയർബഡ്സ് ഒരുമിച്ച് വെച്ചിട്ട് റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ഫ്ലവേഴ്സ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 റെഡിൻ്റെ ഷെയ്ഡ്സാണ് എടുത്തിട്ടുള്ളത്. ഒരെണ്ണം ഫാബ്രിക് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്, റെഡ് തന്നെ. മറ്റേത് ആക്രിലിക് കളറുമാണ്. അപ്പോൾ രണ്ടും റെഡ് തന്നെയാണ് കേട്ടോ, കുറച്ചൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതുപോലെ ബഡ്സ് ആ ഒരു റെഡ് ഷെയ്ഡിൽ മുക്കിയിട്ട് നന്നായിട്ട് ഒന്ന് ഡിപ്പ് ചെയ്യണം. പിന്നെ നമ്മൾ ഇത് നേരിട്ട് ഈ ക്യാൻവാസിൽ അമർത്തി വെക്കുന്നതിന് മുമ്പ് ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കാരണം ഒരുപാട് ഡാർക്കായിട്ട് നമുക്ക് റെഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ബഡ്സിൽ നന്നായിട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് ആ ഒരു പാലറ്റിലോ അല്ലെങ്കിൽ അവിടെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക, എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കുക. അപ്പോൾ ലൈറ്റ് ഷെയ്ഡാണ് നമുക്ക് വേണ്ടത്, അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് എവിടെയാണോ ഇത് വേണ്ടത് അവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ വേണമെങ്കിൽ ഒരു ഇയർബഡ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാം, പക്ഷെ ഒരുപാട് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതുപോലെ ഒരുമിച്ച് നമ്മൾ ടൈ ചെയ്തിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയായി കിട്ടും. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. നല്ല ഭംഗിയാണ് കേട്ടോ ശരിക്കും ഈ ഇയർബഡ്സ് വെച്ചിട്ട് നമ്മളിതുപോലെ പെയിൻറ്റ് ചെയ്തെടുക്കുമ്പോൾ. ഇതുപോലത്തെ പെയിൻറ്റിങ്സ് ഇപ്പോൾ ഭയങ്കര കോമൺ ആണ്, എല്ലായിടത്തും കാണുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചെയ്യാൻ കാരണം നമ്മൾ ക്യാൻവാസിൽ തന്നെ പെട്ടെന്ന് തന്നെ ബുദ്ധിമുട്ടുള്ള ചെയ്യുന്നതിലും നല്ല സിമ്പിളായിട്ടുള്ള ചെയ്തിട്ട് പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് വൈറ്റ് ഷെയ്ഡും കൂടി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ വൈറ്റ് എടുത്തിട്ട് ഈ ബഡ്സ് അതിൽ മുക്കുക, എന്നിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കൊരു പിങ്ക് കളറും കൂടി കൊടുക്കാം, ഒന്നും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും വല്ലാണ്ട് ഡാർക്ക് ആക്കണ്ട, ചെറുതായിട്ട് ഒന്ന് കൊടുത്താൽ മതി കേട്ടോ. ഈ മരത്തിൻ്റെ താഴെയും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മരത്തിൻ്റെ ചില്ലകളൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ബ്ലാക്ക് വെച്ചിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം, എന്നാലേ നമുക്കത് മരമാണ്, ഒരുപാട് ചില്ലകളുണ്ടെന്നൊക്കെ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാനിപ്പോൾ ബ്ലൂ ആണല്ലോ ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഓറഞ്ച്, യെല്ലോ ആ കളറിൽ വെക്കാം. ഒരു സൺസെറ്റ് രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതുപോലെ ഈ മരത്തിന് ഫ്ലവേഴ്സ് കൊടുക്കുമ്പോഴും അതുപോലത്തെ ഒരു ഗ്രീൻ, യെല്ലോ, ഓറഞ്ച് ആ കളറിൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് ഇപ്പോൾ ഫിനിഷ് ആയിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആയ ശേഷം നമുക്ക് ഇത് വാളിൽ ഹാങ് ചെയ്ത് വെക്കാം. ക്യാൻവാസ് ആണ്, നമുക്ക് ഹാങ് ചെയ്ത് വെക്കല്ലാതെ വേറൊരു ചാൻസ് ഇല്ല.
അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പെയിൻറ്റിങ് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് ക്യാൻവാസ് വെച്ചിട്ടുള്ള നല്ലൊരു പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് അയക്കുക അതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ. അതുപോലെ തന്നെ എനിക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫോട്ടോ എനിക്ക് മെയിൽ ചെയ്യുക. മെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. താങ്ക്